ജയസൂര്യ പ്രധാന കഥാപാത്രത്തിലെത്തിയ മലയാളത്തിലെ ആട് എന്ന ചിത്രത്തിലെ പി ശശി എന്ന കഥാപാത്രത്തെ ജനങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. ചിത്രം ഇറങ്ങിയപ്പോൾ ഈ ഒരു കഥാപാത്രം ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. MLA-യും മന്ത്രിയുമൊക്കെയായ MM മണിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവങ്ങളൊക്കെ തന്നെയായിരുന്നു ചിത്രത്തിൽ പ്രകടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ആട് 2, അതായത് ആട് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം ഇറങ്ങിയപ്പോൾ പി ശശി എന്ന ആ ഒരു കഥാപാത്രം 2ാമത്തെ പാർട്ടിലെത്തിയപ്പോഴേക്കും മന്ത്രിയാവുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു യഥാർത്ഥത്തിലും. ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങുന്ന സമയത്ത് MLA-യും പിന്നീട് 2ാം ഭാഗം ഇറങ്ങുന്ന സമയത്ത് MM മണി മന്ത്രിയുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് MM മണി ഒരു അഭിനേതാവ് കൂടിയാണെന്ന് എത്ര പേർക്കറിയാം? 2015-ൽ ബിജു സി കണ്ണന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ഇരുവഴി തിരയുന്നിടം എന്ന ചിത്രത്തിലായിരുന്നു MM മണി അഭിനയിച്ചത്. ശ്രീകുമാർ, സുരഭി ലക്ഷ്മി, ഇന്ദ്രൻസ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. കലാഭവൻ മണി നായകനായെത്തിയ ചിത്രത്തിലായിരുന്നു MM മണി അഭിനയിച്ചത്. ഇപ്പോഴിതാ തന്റെ സിനിമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും സിനിമ അഭിനയത്തെക്കുറിച്ചും അതുപോലെ തന്നെ സിനിമയിൽ ലഭിച്ച അവസരങ്ങളെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് MM മണി തന്നെ. മാത്രമല്ല ദിലീപിനോടും മമ്മൂട്ടിയോടുമൊക്കെയുള്ള ഇഷ്ടത്തെക്കുറിച്ചും MM മണി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സിനിമയിൽ അഭിനയിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചു. പിന്നീട് അഭിനയിക്കാൻ അവസരം വന്നുമില്ല, ഞാൻ പോയുമില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും എനിക്കിഷ്ടമാണ്. കലാകാരന്മാർ എന്ന നിലയിൽ ഇഷ്ടമാണ്. നടന്മാരെ നടന്മാരായിട്ട് കണ്ടാൽ മതി. സമയം കിട്ടുമ്പോഴൊക്കെ സിനിമ കാണാറുണ്ട്. മമ്മൂട്ടിയോട് പിന്നെ രഹസ്യമായ ഒരു കാരണം കൊണ്ടും ഇഷ്ടമാണ്. അതാണ് അദ്ദേഹത്തോട് കൂടുതൽ ഇഷ്ടം. നടിമാരിൽ എനിക്ക് ലളിത, പത്മിനി, രാഗിണി എന്നിവരെയൊക്കെ ഇഷ്ടമായിരുന്നു. നടന്മാരിൽ സത്യൻ, നസീർ, പിന്നെ മമ്മൂട്ടി, അതൊക്കെ പിന്നത്തെ തലമുറയിലുള്ളവരാണ്. കലാകാരന്മാരെ എല്ലാവരെയും ഇഷ്ടമാണ്. സ്ഥിരം സിനിമ കാണുന്ന ആളായിരുന്നു ഞാൻ. ഒരു സിനിമ തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. നല്ല കഥയുള്ള എല്ലാ സിനിമകളും കാണും. അവ ഇഷ്ടവുമാണ്. കാതൽ കണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നേര് കണ്ടിരുന്നു. മലൈക്കോട്ടെ വാലിബനും കണ്ടു. എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് MM മണിക്ക് സിനിമയോടുള്ള പ്രിയം എത്രത്തോളം ഉണ്ടെന്ന്. മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരു തിരക്കുള്ള രാഷ്ട്രീയ നേതാവ് സിനിമ കാണാനൊക്കെ സമയം കണ്ടെത്താറുമുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മുൻപ് പറഞ്ഞതുപോലെ ആട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭാഷയും ശൈലിയും ഒക്കെ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. മുൻപ് പലതവണ അദ്ദേഹത്തിന്റെ നാടൻ ഭാഷയും പ്രയോഗങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വിനയായിരുന്നതാണ്. ഇതെല്ലാം തന്നെ ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്നുമുണ്ട്. വളരെ രസകരമായ രീതിയിൽ തന്നെ MM മണിക്ക് പോലും ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആട് എന്ന സിനിമയിലെ പി ശശി എന്ന കഥാപാത്രത്തെ രൂപീകരിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ പലരും സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ അടുത്തായിരുന്നു ഉദയനിധി സ്റ്റാലിനും അതുപോലെ തന്നെ ദളപതി വിജയുമൊക്കെ തങ്ങളുടെ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. സിനിമയിൽ രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയക്കാർ സിനിമയിലും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയ നേതാക്കൾ തന്നെ നേരിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പല സാഹചര്യങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് സിനിമയിലും രാഷ്ട്രീയ നേതാവായി അഭിനയിക്കാൻ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ തന്നെ നേരിട്ട് രാഷ്ട്രീയക്കാരായി അഭിനയിച്ച അല്ലെങ്കിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെയായി അഭിനയിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങൾ മലയാള സിനിമയിൽ എടുത്തു പറയാനുണ്ട്. ഇതിൽ VS അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, PC ജോർജ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്. MM മണിയെ പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, മുഖം കാണിച്ചിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളെ ഒന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് VS അച്യുതാനന്ദനാണ്. കേരളത്തിന്റെ എക്കാലത്തെയും ആദരണീയനായ ഒരു രാഷ്ട്രീയ നേതാവാണ് VS അച്യുതാനന്ദൻ. ജീവൻദാസ് സംവിധാനം ചെയ്ത ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലാണ് VS അച്യുതാനന്ദൻ മുഖം കാണിച്ചത്. അദ്ദേഹം VS അച്യുതാനന്ദനായി തന്നെയാണ് അഭിനയിച്ചതും. ഒരു ഗ്രാമത്തിൽ വൻകിട കമ്പനികൾ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ പോരാടുന്ന ഒരു നേതാവായിട്ടായിരുന്നു സിനിമയിൽ VS അഭിനയിച്ചത്. രണ്ടാമതായി രാജ്മോഹൻ ഉണ്ണിത്താനാണ്. മുൻ KPCC ജനറൽ സെക്രട്ടറിയും MPയും ഒക്കെ ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാജി കൈലാസ് ഒരുക്കിയ സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ദി ടൈഗറിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഡാലിയ, കാഞ്ചീപുരത്തെ കല്യാണം, കന്യാകുമാരി എക്സ്പ്രസ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അടുത്തത് PC ജോർജ് ആണ്. സംഗീത് ലൂയിസ് ഒരുക്കിയ ത്രില്ലർ ചിത്രമായ ഇലഞ്ഞിക്കാവ് POയിലാണ് PC ജോർജ് ആദ്യമായി അഭിനയിച്ചിട്ടുള്ളത്.
സലീം കുമാർ, മുകേഷ്, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ മണി, റിയാസ് ഖാൻ, ഷമ്മി തിലകൻ, ബിജുക്കുട്ടൻ തുടങ്ങി നിരവധി പേർ ഈ സിനിമയുടെ ഭാഗമായിരുന്നു. അടുത്തത് പന്ന്യൻ രവീന്ദ്രനാണ്. CPIയുടെ കരുത്തനായ ശക്തനായ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സംഗീത് ലൂയിസ് ഒരുക്കിയ വികൃതിക്കൂട്ടം എന്ന സിനിമയിലാണ് CPI നേതാവായ പന്ന്യൻ രവീന്ദ്രൻ ആദ്യമായി അഭിനയിച്ചത്. കോളേജ് പ്രിൻസിപ്പലായിട്ടായിരുന്നു അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത്. മധു, മനോജ് K. ജയൻ, സുരാജ് വെഞ്ഞാറമൂട്, ശ്വേത മേനോൻ, പരേതനായ ക്യാപ്റ്റൻ രാജു തുടങ്ങിയവർ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അടുത്തത് TN പ്രതാപനാണ്. സൈമൺ കുരുവിള ഒരുക്കിയ 9KK റോഡ് എന്ന സിനിമയിലാണ് കോൺഗ്രസ് നേതാവും MPയുമായ TN പ്രതാപൻ ആദ്യമായി അഭിനയിച്ചത്. ബാബു ആന്റണി, വിജയരാഘവൻ, നിഷാന്ത് സാഗർ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. അടുത്തത് MK മുനീറാണ്. ഗായകനും എഴുത്തുകാരനും എന്നൊക്കെയുള്ള നിലകളിലെല്ലാം തന്നെ തന്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MK മുനീർ. സൈമൺ കുരുവിള ഒരുക്കിയ 9KK റോഡ് എന്ന സിനിമയിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അടുത്തത് മാണി C. കാപ്പനാണ്. മലയാള സിനിമയിലെ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് മാണി C. കാപ്പൻ. മുൻ രാജ്യാന്തര വോളിബോൾ താരം കൂടിയായ മാണി C. കാപ്പൻ 25ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാണി C. കാപ്പൻ നിർമ്മാതാവായ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ആദ്യ ചിത്രം തന്നെ എക്കാലത്തെ മികച്ച ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. തുടർന്ന് മാന്നാർ മത്തായി സ്പീക്കിംഗ്, കുസൃതിക്കാറ്റ്, CID ഉണ്ണികൃഷ്ണൻ തുടങ്ങി 11ഓളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. അതിൽ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ ലാലിനും സിദ്ദിഖിനും ഒപ്പം സംവിധായകനായും മാണി C. കാപ്പൻ അറിയപ്പെടുകയുണ്ടായി. ഇത് മാത്രമല്ല, തുടർന്ന് തമിഴ് ചിത്രങ്ങളിൽ 25ഓളം വരുന്ന ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ചും സിനിമയുടെ ഓർമ്മകളെക്കുറിച്ചും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് MM മണി തന്നെ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തെ സിനിമയിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പാർട്ടി അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ സിനിമയിൽ അഭിനയിക്കാൻ ഇനിയും പോകാതിരുന്നത്, അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിച്ചില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇനിയും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനയിക്കാൻ സമ്മതിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം.